الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين، وأن تغفر لنا وترحمنا وتتوب علينا، وإذا أردت بقوم فتنة فاقبضنا إليك غير مفتونين، ونسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. أما بعد. സഹോദരങ്ങളെ, ഇമാം അബൂബക്കർ ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഹായിയയിൽ പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിനെ കുറിച്ചുള്ള ഭാഗമാണ് ഇന്ന് ആദ്യം നമ്മൾ വിശദീകരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടപ്പുകൾക്ക് നാളെ പരലോകത്ത് ശുപാർശ പറയുന്ന, അള്ളാഹു ശുപാർശ സ്വീകരിക്കുന്ന ഷാഫിആൻ. ഇമാം ഈ കവിതയിൽ പറഞ്ഞതുപോലെ വ ഇന്ന റസൂലല്ലാഹി ലിൽ ഖൽഖി ഷാഫിഉൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടപ്പുകൾക്ക് ഷഫാഅത്ത് പറയുന്നത്. ഷഫാഅത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസായ ചില ഷഫാഅത്തുകളുണ്ട്. എന്നാൽ നബി അല്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്ന ഷഫാഅത്തുകളുമുണ്ട്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസായ നബിക്ക് മാത്രമുള്ള ഷഫാഅത്തുകളിലൊന്നാണ് അശ്ശഫാഅത്തുൽ ഉദ്മ എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ഷഫാഅത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നാളെ പരലോകത്ത് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത മഖാമുൻ മഹ്മൂദ് അതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറഞ്ഞു, അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. നിൻ്റെ റബ്ബ് നിന്നെ ആ മഖാമുൻ മഹ്മൂദിലേക്ക് നിയോഗിക്കുന്നതാണ്. മഖാമുൻ മഹ്മൂദ് എന്നാൽ അതിനർത്ഥം മഹ്മൂദായ ഒരു സ്ഥാനം, അഥവാ ആളുകളെല്ലാം പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന സ്ഥാനം. അദാനിന് ശേഷം, ബാങ്കിന് ശേഷമുള്ള ദുആയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഓരോ മുസ്ലിമും ഇത് ചോദിക്കുന്നുണ്ട്. വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅദ്ത. റബ്ബേ, നീ നബിയെ നിയോഗിക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ നിയോഗിക്കണേ മഖാമൻ മഹ്മൂദൻ, ആ മഹ്മൂദായ മഖാമിൽ, അല്ലദി വഅദ്ത, നബിക്ക് റബ്ബെ നീ വാഗ്ദാനം നൽകിയ ആ സ്ഥാനത്ത്. അഥവാ പരലോകത്ത് സകലരും, മുസ്ലിമും കാഫിറും ആദ്യത്തെ ആളും അവസാനത്തെ ആളുമെല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത തിരിച്ചറിയുന്ന, നബിയെ പ്രശംസിക്കുന്ന ഒരു സന്ദർഭമാണത്. എന്താണത്? ആളുകൾ നാളെ പരലോകത്ത് മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. സൂര്യൻ അവരുടെ തലക്ക് മുകളിൽ അടുത്തായി ഉണ്ടാകും. അവർ വിയർപ്പിൽ മുങ്ങും. അവരുടെ ആ നിൽപ്പ് നീണ്ടുപോകുന്ന സന്ദർഭത്തിൽ ജനങ്ങൾ പറയും, കണ്ടില്ലേ നിങ്ങൾ ആളുകളുടെ അവസ്ഥ, അവരെത്തിപ്പെട്ടിരിക്കുന്ന പ്രയാസം. അതുകൊണ്ട് ആരുണ്ട് റബ്ബിനോട് ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് വിചാരണക്കെടുക്കാൻ, സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ആളുകളെ അയക്കാൻ റബ്ബിനോട് ശുപാർശ പറയാൻ ആരുണ്ട്? അങ്ങനെ അവർ ആദം അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് ചെല്ലും. ആദം അലൈഹിസ്സലാമിനോട് അവർ പറയും, താങ്കൾ മനുഷ്യരുടെ പിതാവാണ്, അള്ളാഹു താങ്കളെ അവൻ്റെ കൈകൊണ്ട് പടച്ചിരിക്കുന്നു,
അവൻ സൃഷ്ടിച്ച അവൻ്റെ റൂഹിൽ നിന്ന് താങ്കളിൽ ഊതിയിരിക്കുന്നു, മലക്കുകളെ താങ്കൾക്ക് സുജൂദ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് റബ്ബിനോടൊന്ന് ശുപാർശ പറഞ്ഞാലും ഞങ്ങളെ വിചാരണക്കെടുക്കാൻ. ആദം അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന റബ്ബി ഗളിബൽ യൗമ. ആദം അലൈഹിസ്സലാം ആ സന്ദർഭത്തിൽ പറയും, ഇന്ന റബ്ബി ഗളിബൽ യൗമ ഗളബൻ. അള്ളാഹു എൻ്റെ റബ്ബ് ഇന്നൊരു കോപിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു കോപം അവൻ ഒരിക്കലും കോപിച്ചിട്ടില്ല, ഇതുപോലെ ഇനി അവൻ കോപിക്കുകയുമില്ല. അള്ളാഹു എന്നോട് ആ മരത്തിൽ നിന്ന് കഴിക്കരുത് എന്ന് വിലക്കി, ഞാൻ കഴിച്ചുപോയി. നഫ്സി നഫ്സി നഫ്സി, എൻ്റെ കാര്യം എന്താകും, എൻ്റെ കാര്യം എന്താകും, എൻ്റെ കാര്യം എന്താകും. അതുകൊണ്ട് നിങ്ങൾ നൂഹിൻ്റെ അരികിലേക്ക് ചെല്ലുക. ജനങ്ങൾ നൂഹ് അലൈഹിസ്സലാമിൻ്റെ അരികിൽ ചെല്ലും. ഇതുപോലെ വീണ്ടും ആദം അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ടതുപോലെ ആവശ്യപ്പെടും. അള്ളാഹു ജനങ്ങളിലേക്ക് ആദ്യമായി നിയോഗിച്ച റസൂലാണ് താങ്കൾ. അഥവാ ആളുകൾ ഇസ്ലാമിൽ നിന്ന് അകന്നുപോയതിന് ശേഷം റബ്ബ് നിയോഗിച്ച ഒന്നാമത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാമാണ്. അള്ളാഹു താങ്കളെ അബ്ദൻ ഷക്കൂറൻ, നന്ദിയുള്ള അടിമ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. സൂറത്തു അൽ ഇസ്രായിൽ അള്ളാഹു നൂഹ് അലൈഹിസ്സലാമിനെ വിശേഷിപ്പിച്ച് നമുക്ക് ആ സൂറത്തിന് തുടക്കത്തിൽ കാണാം. നൂഹ് അലൈഹിസ്സലാമിനെ അള്ളാഹു എന്ത് വിശേഷിപ്പിച്ചു? അബ്ദൻ ഷക്കൂറൻ, നന്ദിയുള്ള അടിമ. അതുകൊണ്ട് റബ്ബിനോട് ശുപാർശ പറഞ്ഞാലും നൂഹ് അലൈഹിസ്സലാം അവരോട് പറയും, അള്ളാഹു എനിക്കൊരു ദുആയിന് അവസരം നൽകി, ഞാൻ ദുനിയാവിൽ എൻ്റെ ജനങ്ങൾക്കെതിരിൽ ആ ദുആ ഉപയോഗിച്ചു. അള്ളാഹു ഖുർആനിൽ ആ ദുആയിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദിയാറ ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക് വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. റബ്ബെ, നീ ഭൂമിയിൽ ഒരു കാഫിറിനെയും അവശേഷിപ്പിക്കരുതേ, അവരിനി ജനിപ്പിക്കുന്ന മക്കൾ പോലും മോശക്കാരായിരിക്കും, അതുപോലെ നിഷേധികളായിരിക്കുമെന്ന് നൂഹ് അലൈഹിസ്സലാം ദുആ ചെയ്ത ദുആയിനെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ ചെല്ലു ഇബ്രാഹിമിൻ്റെ അരികിലേക്ക്, നഫ്സി നഫ്സി നഫ്സി, എൻ്റെ കാര്യം എന്താകും, എൻ്റെ കാര്യം എന്താകും, എൻ്റെ കാര്യം എന്താകും. ജനങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് ചെല്ലും. ഇതുപോലെ പറയും, അള്ളാഹു ഖലീലായി തിരഞ്ഞെടുത്ത ആളാണല്ലോ താങ്കൾ. ഒന്ന് ജനങ്ങൾ വിചാരണക്കെടുക്കാൻ റബ്ബിനോട് ശുപാർശ പറഞ്ഞാലും, നേരത്തെ പറഞ്ഞ രണ്ട് നബിമാരും പറഞ്ഞതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം പറയും, എൻ്റെ റബ്ബ് ഇന്നൊരു കോപിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് അവനിങ്ങനെ കോപിച്ചിട്ടില്ല, ഇനി അവനിങ്ങനെ കോപിക്കുകയുമില്ല. ഞാൻ ജീവിതത്തിൽ 3 ഖെദിബുകൾ പറഞ്ഞു പോയിരിക്കുന്നു. 3 ഖെദിബ് എന്നാൽ അത് യഥാർത്ഥത്തിൽ കളവായിരുന്നില്ല, മറിച്ച് മെഅറാദുകളായിരുന്നു. അഥവാ രണ്ടർത്ഥത്തിലും ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ പറഞ്ഞ വാക്കുകളായിരുന്നു. അതിലൊന്ന്, ബിംബങ്ങളെ തകർത്ത സന്ദർഭത്തിൽ ആരാണിത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബൽ ഫഅലഹു കബീറുഹും, ഇവരിലെ വലിയവനാണത് ചെയ്തത്, വേണമെങ്കിൽ പോയി ചോദിച്ചു നോക്കൂ. മറ്റൊരു വാക്ക് ഇന്നി സഖീം എന്ന വാക്കാണ്. അവരവരുടെ ഉത്സവത്തിന് പോകുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അവിടെ നിൽക്കണം, അതിനുവേണ്ടി പറഞ്ഞു ഇന്നി സഖീം, ഞാൻ സഖീമാണ്, ഞാൻ രോഗിയാണ് എന്നതിന് അർത്ഥമുണ്ട്. അതുപോലെ ഞാൻ വിഷമത്തിലാണ് എന്നതിന് അർത്ഥമുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ വിഷമത്തിലാണ്. ഇതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം ഭാര്യയുമായി സാറയുമായി യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ മസറിലെ ഒരു ഭരണാധികാരി, അയാൾ ഒരു കാഫിറായിരുന്നു, തൻ്റെ ഭാര്യയെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. അതുകൊണ്ട് ഭാര്യയാണെന്നറിഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഭയന്നു, ഇയാൾ തന്നെ കൊന്നുകളയും. അതുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, നീ എന്തു പറയുക, എന്നെക്കുറിച്ച് ചോദിച്ചാൽ സഹോദരനാണെന്ന് പറയുക. ഈ ലോകത്ത് ഈമാനികമായി ഈമാനിൻ്റെ ഉഖുവത്ത് ഞാനും നീയും തമ്മിലുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ ഭയപ്പെട്ടത്. നോക്കൂ നിങ്ങൾ, ഇത് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു, നഫ്സി നഫ്സി നഫ്സി. നിങ്ങൾ പോവുക, മൂസ അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് ചെല്ലുക. ആളുകൾ ചെന്ന് മൂസ അലൈഹിസ്സലാമിനോട് ഇതുപോലെ പറയുന്നു. മൂസ നബി പറയുന്നു, എൻ്റെ റബ്ബ് ഇതുവരെ ഇങ്ങനെ കോപിച്ചിട്ടില്ല, ഇനി ഇങ്ങനെ കോപിക്കുകയുമില്ല. അള്ളാഹു അനുവാദം നൽകാത്ത ഒരാളെ ഞാൻ
കൊലപ്പെടുത്തിപ്പോയി. നഫ്സി നഫ്സി നഫ്സി, നിങ്ങൾ ഈസായുടെ അരികിലേക്ക് ചെല്ലുക. ആളുകൾ ഈസ അലൈഹിസ്സലാമിൻ്റെ അരികിൽ ചെല്ലുന്നു. ഈസ അലൈഹിസ്സലാം പറയുന്നു, നിങ്ങൾ മുഹമ്മദിൻ്റെ അരികിലേക്ക് ചെല്ലുക. നേരത്തെ പറഞ്ഞ നബിമാരുടെ അതേ വാക്കുകൾ പറയുന്നു. ചില റിവായത്തുകളിൽ ഈസ അലൈഹിസ്സലാം, ഞാൻ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ടു, ജനങ്ങൾ എന്നെ ആരാധിച്ചു എന്ന കാര്യം പറയുന്നത് കാണാം. നോക്കൂ, അള്ളാഹുവിൻ്റെ നബിമാർ അവരുടെ തിന്മകളായി കാണുന്നത് പൊതുവെ ബാക്കിയുള്ള ആളുകൾ തിന്മകളായി കാണാത്ത കാര്യങ്ങളാണ്. അത് കമാൽ നേടിയെടുത്തു കഴിഞ്ഞാൽ, അള്ളാഹുവിനുള്ള അബൂദിയത്തിൻ്റെ, റബ്ബിൻ്റെ യഥാർത്ഥ അടിമകളായി തീർന്നാൽ, തഖ്വ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തെത്തിച്ചേർന്നാൽ, പിന്നീട് അവർ ബാക്കിയുള്ള ആളുകൾ തിന്മകളായി കാണാത്തതിനെ അവരുടെ കാര്യത്തിൽ തിന്മകളായി കണക്ക് കൂട്ടുകയും അള്ളാഹുവിനോട് റബ്ബിനെ ആ വിഷയത്തിൽ ഭയപ്പെടുകയും ചെയ്യുമെന്നാണ്. ആളുകൾ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അനലഹ, അതെ ഞാനാണ് അതിൻ്റെ ആൾ. അങ്ങനെ റബ്ബിൻ്റെ മുന്നിൽ, അവൻ്റെ അർശിന് മുന്നിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീഴും, അള്ളാഹു ഉദ്ദേശിച്ചത്ര കാലം. ഒടുവിൽ റബ്ബ് പറയും, യാ മുഹമ്മദ് ഇർഫഅ റഅസക് സൽ തുഅത വഷ്ഫഅ തുശഫഅ. മുഹമ്മദ്, ശിരസ് ഉയർത്തുക, ചോദിക്കുക, താങ്കൾ ചോദിക്കുന്നത് നൽകപ്പെടും. ശുപാർശ പറയുക, താങ്കളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി. നിങ്ങൾ നോക്കൂ, ബാക്കിയുള്ള നബിമാരുടെ വാക്കായി ഹദീസിൽ വന്നിട്ടുള്ളത് എന്താണ്? നഫ്സി 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 എന്നാണ്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഉമ്മത്തി 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 എന്നാണ്. എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്ത് എന്ന്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ നഫ്സിൻ്റെ കാര്യത്തിൽ റബ്ബ് ഭയപ്പെടേണ്ടതില്ലാത്ത സ്ഥിതിവിശേഷം നൽകിയിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ആ നിർഭയത്വം അവിടെ നൽകുന്നതാണ്. ഈ ഷഫാഅത്ത്, അടിമകളെ മുഴുവൻ വിചാരണക്കെടുക്കാനുള്ള ഷഫാഅത്തിനാണ് ഷഫാഅത്തുൽ ഉദ്മ എന്ന് പറയുന്നത്. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസ്സായ, നബിക്ക് മാത്രമുള്ള ഷഫാഅത്താണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള അടുത്ത ഷഫാഅത്താണ്. സ്വർഗത്തിലേക്ക് ആളുകൾ ആദ്യമായി പ്രവേശിക്കാനുള്ള ഷഫാഅത്ത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടാൽ മാത്രമാണ്, നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മാത്രമാണ് സ്വർഗം തുറക്കുക. അതിനു മുൻപ് ഒരാൾക്ക് വേണ്ടിയും സ്വർഗം തുറക്കപ്പെടുകയില്ല. അതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസ്സായ, നബിക്ക് മാത്രമുള്ള മറ്റൊരു ഷഫാഅത്താണ് അബൂ താലിബിന് വേണ്ടിയുള്ള ഷഫാഅത്ത്. അബൂ താലിബിന് വേണ്ടിയുള്ള ഷഫാഅത്ത്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് ആരാണ്? അബൂ താലിബിൻ്റെ സഹോദരനാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അബൂ താലിബിന് വേണ്ടി നിങ്ങൾ എന്താണ് നബിയെ, താങ്കൾ എന്താണ് നാളെ പരലോകത്ത് ചെയ്യുക? കാരണം അബൂ താലിബ് താങ്കളെ സംരക്ഷിക്കുകയും താങ്കൾക്ക് വേണ്ടി മറ്റുള്ള ആളുകളോട് ദേഷ്യം പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ താലിബ് എൻ്റെ ശുപാർശ കാരണത്താൽ നരകത്തിൻ്റെ ദഹ്ദാഹിലാണ്, അതിൻ്റെ മുകൾ പരപ്പിലാണ്. എന്നാൽ അബൂ താലിബിനുള്ള ശിക്ഷ തീയിൻ്റെ 2 ചെരുപ്പുകൾ അണിയിക്കപ്പെടുക എന്നതാണ്. യഗ്ലി മിൻഹുമ ദിമാഗോ, ആ 2 ചെരുപ്പുകൾ കാരണത്താൽ അബൂ താലിബിൻ്റെ തലച്ചോറ് തിളച്ചുമറിയും. തനിക്കാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് അബൂ താലിബ് വിചാരിക്കും. ഞാനില്ലായിരുന്നുവെങ്കിൽ അബൂ താലിബ് നരകത്തിൻ്റെ അടിത്തട്ടിലായേനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ കാഫിറായ ഒരാൾക്ക് ഒരു ഷഫാഅത്തും പ്രയോജനപ്പെടുകയില്ല. അതാണ് അസ്ൽ. അതാണ് വലാ തൻഫഉഹും ഷഫാഅത്തു ഷാഫിഈൻ. അല്ലാഹു കുഫാറുകളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ എന്താണ്? വലാ തൻഫഉഹും ഷഫാഅത്തു ഷാഫിഈൻ. ഒരു ശുപാർശകൻ്റെയും ശുപാർശ കുഫാറുകൾക്ക് പ്രയോജനപ്പെടുകയില്ല. പക്ഷേ
അബൂ താലിബിൻ്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി അള്ളാഹു ഒരു കാര്യം നൽകിയിരിക്കുന്നു. അബൂ താലിബിൻ്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. ഏത് കാര്യത്തിൽ? നരകത്തിലെ ശിക്ഷ ലഘൂകരിക്കപ്പെടുക എന്നതിൽ. അബൂ താലിബ് നരകത്തിൽ ശാശ്വതനാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കൊണ്ട് നരകത്തിൽ ശിക്ഷയിൽ ലഘൂകരണമുണ്ട്. ഇത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ഈ പറഞ്ഞതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായ ശഫാഅത്താണ്. എന്നാൽ ഇതല്ലാത്ത അള്ളാഹുവിൻ്റെ ബാക്കി നബിമാർ നിർവഹിക്കുന്ന, അതുപോലെ മുഅ്മിനുകൾ നിർവഹിക്കുന്ന, മലായികത്ത് നിർവഹിക്കുന്ന ഷഫാഅത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. റബ്ബ് പറയും, റസൂലുകൾ ശുപാർശ പറഞ്ഞു, മലക്കുകൾ ശുപാർശ പറഞ്ഞു, മുഅ്മിനുകൾ ശുപാർശ പറഞ്ഞു. ഇനി അർഹമുർ റാഹിമീൻ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഒരു ശുപാർശയുമില്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല ചിലരെ, അള്ളാഹുൽ പങ്കു ചേർക്കാത്തവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅ. ഇനി നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അതിനു മുമ്പ് ഷഫാഅത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഷഫാഅത്ത് അത് എങ്ങനെയാണ് ഖുർആനിലും സുന്നത്തിലും ഉണ്ട് എന്ന് പറഞ്ഞ ശുപാർശ ഏതാണ്, ഇല്ല എന്ന് പറഞ്ഞ ശുപാർശ ഏതാണ്? നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ നോക്കിയാൽ അധിക ഇടങ്ങളിലും ഷഫാഅത്തിനെ അള്ളാഹു നിഷേധിക്കുന്നതാണ് ഖുർആനിൽ കാണാൻ കഴിയുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ആയത്ത് വലാ തൻഫഉഹും ഷഫാഅത്തു ഷാഫിഈൻ. അതുപോലെ പരലോകത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, അവിടെ ഒരു ശുപാർശ പ്രയോജനപ്പെടുകയില്ല, അവർക്കൊരു ഷഫീഇല്ല, അനുസരിക്കപ്പെടുന്ന ഒരു ഷഫീഅ് ഉണ്ടാവുകയില്ല. ഇങ്ങനെ അതുപോലെ ഖുൽ ലില്ലാഹി ഷഫാഅത്തു ജമീഅ, അള്ളാഹുവിനുള്ളതാണ് മുഴുവൻ ഷഫാഅത്തും. എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ ഖുർആനിൽ ഇങ്ങനെ നിഷേധ രൂപത്തിൽ വന്നിട്ടുള്ളത്? കാരണം ആളുകൾ ധരിച്ചു വച്ച ഒരു തരം ഷഫാഅത്തുണ്ട്, മുശ്രിക്കുകൾ ജൽപ്പിച്ച ഷഫാഅ. അതാണ് ആളുകളുടെ മനസ്സിൽ കൂടുതലായുള്ളത്. അള്ളാഹു അത് നടക്കുകയില്ല എന്ന് പറയുക. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഅഉന ഇൻദല്ലാഹ്. അള്ളാഹുവിന് പുറമെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവരെ അവർ ആരാധിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു ഹൗലാഇ ശുഫാഅഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിങ്കിൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ്. മുശ്രിക്കുകളുടെ ഈ ശുപാർശ നടക്കുകയില്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന് പറഞ്ഞ ശുപാർശ എന്താണ്? ആ ശുപാർശ അള്ളാഹു അനുവദിച്ചവർ മാത്രമേ നടത്തുകയുള്ളൂ. അള്ളാഹു അനുവദിച്ചവർ മാത്രമേ നടത്തുകയുള്ളൂ. ആയത്തുൽ കുർസിയിൽ വന്നിട്ടുള്ളതുപോലെ മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ അനുമതിയോടെ അല്ലാതെ അവനോട് ശുപാർശ പറയാൻ ആരുണ്ട്? അതുപോലെ ആർക്ക് വേണ്ടിയേ ശുപാർശ നടക്കുകയുള്ളൂ? വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ വഹും മിൻ ഖശ്യതിഹി മുശ്ഫിഖൂൻ. മലായികത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ അവർ ശുപാർശ പറയുകയില്ല. ശുപാർശ ആർക്കാണ് പ്രയോജനപ്പെടുക? അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചവർ. ആരാണ് റബ്ബിൻ്റെ തൃപ്തി ലഭിച്ചവർ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അംഗീകരിച്ചവർ. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമത്തി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അന്ത്യനാളിൽ അങ്ങയുടെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്അദുൻ നാസി ബിശഫാഅതി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. നാളെ പരലോകത്ത് എൻ്റെ ഷഫാഅത്ത് കൊണ്ട് സൗഭാഗ്യം ലഭിക്കുക ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് ഖാലിസൻ മിൻ ഖൽബിഹി, അവൻ്റെ ഹൃദയം കൊണ്ട് ഒരു കലർപ്പുമില്ലാതെ. മറ്റു ചില റിവായത്തുകളിൽ കാണാം അവൻ്റെ കൽബ് അവൻ്റെ നാവിനെ സത്യപ്പെടുത്തുന്നു, അവൻ്റെ നാവ് അവൻ്റെ കൽബിനെ സത്യപ്പെടുത്തും. ഈ രൂപത്തിൽ പറയണം. കേവലം നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് കൽബിൽ ശിർക്കിൻ്റെ ഒരു കലർപ്പുമില്ലാതെ പറഞ്ഞിരിക്കണം. അപ്പോൾ നോക്കൂ നിങ്ങൾ, ശുപാർശക്ക് പരലോകത്ത് ഉള്ള ശുപാർശക്ക് വേണ്ടി, അല്ലെങ്കിൽ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാൻ ശുപാർശ ചെയ്യാൻ വേണ്ടി അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ഒരാൾ തേടിയാൽ, റബ്ബല്ലാത്തവരോട് ഒരാൾ ഷഫാഅത്ത് ചോദിച്ചാൽ എന്താണോ അവൻ്റെ ഉദ്ദേശം അതിന് നേരെ ഇതിനാണ് അള്ളാഹുവിനെ നൽകുക. ഒരു ശുപാർശയും പിന്നെ അവന് പ്രയോജനപ്പെടുകയില്ല.
ഒരാൾ അള്ളാഹു അല്ലാത്തവരോട് ശുപാർശയ്ക്ക് തേടിയാൽ ഈ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും ഷിർക്കിൻ്റെ വക്താക്കൾ പിടിച്ചു തൂങ്ങി അവരുടെ പിടിവള്ളിയാണ്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് ആരെങ്കിലും ഷഫാഅത്ത് ചോദിച്ചാൽ അവൻ്റെ ഉദ്ദേശം എന്താണ്? അതിന് നേരെ എതിരാണ് അവന് കിട്ടുക. ഷഫാഅത്ത് അവന് തടയപ്പെടുകയാണ് ചെയ്യുക. ഷിർക്കിലായി ഒരാൾ മരിച്ചാൽ ഒരു ഷഫാഅത്തും അവന് പിന്നെ പ്രയോജനപ്പെടുകയില്ല. അപ്പം നോക്കൂ, ഇത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ നബിമാർ ശുപാർശ പറയും, അതുപോലെ മുഅ്മിനുകൾ ശുപാർശ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, നാളെ പരലോകത്ത് സ്വർഗവാസികളായ മുഅ്മിനുകൾ നരകത്തിൽ കഴിയുന്ന അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പറയും റബ്ബിനോട്, അള്ളാഹു, അവർ ഞങ്ങളുടെ കൂടെ നിസ്കരിച്ചവരായിരുന്നു, ഞങ്ങളുടെ കൂടെ നോമ്പെടുത്തവരായിരുന്നു, ഹജ്ജ് ചെയ്തവരായിരുന്നു. യാ സുബ്ഹാനല്ലാഹ്, ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഭയപ്പെടേണ്ട കാര്യമാണത്. കാരണം ആ ഹദീസിൽ നരകത്തിലെ ഫഹ്മുകളായി, നരകത്തിൽ കരിക്കട്ടകളായി തീർന്ന ആളുകളെക്കുറിച്ചാണ് സ്വർഗവാസികൾ എന്തു പറയുന്നത്? അള്ളാഹുവെ, ഞങ്ങളുടെ കൂടെ നിസ്കരിച്ചിരുന്നു, നോമ്പെടുത്തിരുന്നു, ഹജ്ജ് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ്? തിന്മകൾ കാരണത്താൽ. കാരണം തിന്മകൾ ചെയ്തുകൊണ്ട് അതിലായിക്കൊണ്ട് തൗബ ചെയ്യാതെ മരണപ്പെട്ട ഒരു കൂട്ടരെ അള്ളാഹു ശിക്ഷിക്കുമെന്ന് ഉറപ്പാണ്. ശിക്ഷിച്ചിട്ട് മാത്രമേ അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് തിന്മകളിലായി ഒരാൾ മരിച്ചാൽ, ഷിർക്കിലായി മരിച്ചാൽ, ഷിർക്കില്ലാതെ ബാക്കിയുള്ള തിന്മകളിലായി ഒരാൾ മരിച്ചാൽ എന്താണ് അവരെക്കുറിച്ച് നമ്മുടെ വിശ്വാസം? തഹ്ത മശിഅത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. ഇൻഷാ അഅദബ വ ഇൻഷാ ഗഫറ ലഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന് നേരെ പുറത്തു കൊടുക്കും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അല്ല എങ്കിൽ അള്ളാഹു അവനെ അവൻ്റെ തിന്മകളുടെ പേരിൽ ശിക്ഷിക്കും. ശിക്ഷിച്ച ശേഷം സ്വർഗത്തിലാക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിന്മയിലായി മരിച്ച എല്ലാവർക്കും നരകത്തിൽ ഒട്ടും പ്രവേശിപ്പിക്കാതെ അള്ളാഹു മോചനം നൽകുക എന്നത് സംഭവിക്കുകയില്ല. മറിച്ച് ഒരു കൂട്ടരെ അവൻ ശിക്ഷിച്ച ശേഷം മാത്രമേ സ്വർഗത്തിലാക്കുകയുള്ളൂ. ഉറപ്പുള്ള കാര്യമാണത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഈദിൻ്റെ ഹദീസുകൾ, ഖുർആനിലെ വഈദ്, അള്ളാഹുവിൻ്റെ താക്കീതുകളുടെ ആയത്തുകൾ അപ്പോഴാണ് അവിടെ പൂർണ്ണമാവുക. ശ്രദ്ധിക്കുക കാര്യം. അഥവാ ഷിർക്കിലോ കുഫ്റിലോ അല്ലാതെ മരിച്ച കൂട്ടർക്ക് എന്താണ് അവരുടെ കാര്യം? അള്ളാഹു ഉദ്ദേശിച്ചാൽ നേരെ പുറത്തു കൊടുത്ത് അള്ളാഹു സ്വർഗത്തിലാക്കും. അതല്ല എങ്കിൽ ശിക്ഷിച്ച ശേഷം അള്ളാഹു സ്വർഗത്തിലാക്കും. പക്ഷേ പാപികളെ മുഴുവൻ അള്ളാഹു ഒട്ടും ശിക്ഷിക്കാതെ സ്വർഗത്തിലാക്കുക എന്നത് അസംഭവ്യമാണ്. അങ്ങനെ സംഭവിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, നമ്മളെ ഭയപ്പെടുത്തേണ്ട കാര്യം അതാണ്. ഇതെന്തായിരിക്കും നമ്മുടെ സ്ഥിതി എന്നത്. അതിലപ്പുറം നമ്മൾ ഭയപ്പെടേണ്ട കാര്യം തൗഹീദിലായി മരിക്കാൻ സാധിക്കുമോ, ഇസ്ലാമിലായി മരിക്കാൻ സാധിക്കുമോ എന്ന കാര്യമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളിൽ അടുത്തതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റബ്ബ് നൽകിയ ഹൗദ്. എന്താണ് ഹൗദ് എന്നാൽ? ഹൗദ് എന്നാൽ അതിൻ്റെ അർത്ഥം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ നബിമാർക്ക് എല്ലാവർക്കും ഹൗദുണ്ട്. അവരുടെ ഉമ്മത്തുകൾക്ക് കുടിക്കാൻ ലഭിക്കുന്ന ഹൗദ് മഹ്ശറിൽ അത് ഉണ്ടാകും. എന്നാൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠം. അതിലേറ്റവും ശ്രേഷ്ഠം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹൗദിനെ കുറിച്ച് ധാരാളം തവണ സഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരാമർശിച്ചത് നമുക്ക് കാണാം പലതവണ. അന ഫറതുക്കും അലൽ ഹൗദ്, ഞാൻ നിങ്ങളെ ഹൗദിനരികിൽ കാത്തു നിൽക്കും. ഞാനിതാ എൻ്റെ ഹൗദ് നോക്കിക്കാണുന്നത് പോലെയുണ്ട്. നിങ്ങൾ ക്ഷമിക്കുക, ഹൗദിനരികിൽ എന്നെ കാണുന്നതുവരെ. ഖുർആനും സുന്നത്തും അത് നിങ്ങൾ മുറുകെ പിടിക്കുക, രണ്ടും വേർതിരികയില്ല. എൻ്റെ അരികിൽ ഹൗദിനരികിൽ വരുന്നതുവരെ. ഇങ്ങനെ ധാരാളം തവണ ഹൗദിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ചത് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദ് അത് നബിമാരുടെ എല്ലാം ഹൗദിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിലേക്കുള്ള വെള്ളം എത്തിച്ചേരുന്നത് സ്വർഗത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നദിയിൽ നിന്നാണ്. അതാണ് അൽ കൗസർ എന്ന് പറയുക. ഇന്ന അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയുണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ എനിക്കിപ്പോൾ ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന അഅതൈനാക്കൽ കൗസർ, നബിയെ താങ്കൾക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റബ്ബ് നൽകിയ ധാരാളമായ അനുഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന വാക്കാണത്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണെന്ത്? സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റബ്ബ് നൽകുന്ന നദി. അതിൽ നിന്ന് സ്വർഗത്തിന് പുറത്തേക്ക് മഹ്ശറിൽ വെള്ളം ഒഴുകി വരും നബിയുടെ ഹൗദിലേക്ക്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൗദുൽ കൗസർ, കൗസറിൻ്റെ ഹൗദ്. എന്നാൽ കൗസർ എന്നത് സ്വർഗത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന, പ്രത്യേകമായി നൽകപ്പെടുന്ന നദിയാണ്. അതിൽ നിന്നുള്ള വെള്ളമാണ് എവിടേക്ക് വരുന്നത്? മഹ്ശറിലെ ഹൗദിലേക്ക് വരുന്നത്. ഹൗദിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് കാണാം, തൂലുഹ ഷഹറുൻ വഅർദുഹ ഷഹർ. അതിൻ്റെ നീളം ഒരു മാസത്തെ വഴി ദൂരമാണ്, അതിൻ്റെ വീതി ഒരു മാസത്തെ വഴി ദൂരമാണ്, അതിൻ്റെ കോണുകളെല്ലാം സമാനമാണ്. അതിലൂടെ എന്ത് മനസ്സിലാക്കാം? സമചതുരാകൃതിയിലാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ് ഉള്ളത്. അതിലെ വെള്ളം അത് മഞ്ഞിനേക്കാൾ വെളുത്ത നിറമാണ്. അതുപോലെ അതിൻ്റെ രുചി പാലിൽ തേൻ കലർത്തിയാൽ, ചില ഹദീസുകളിൽ വന്നിട്ടുള്ളതുപോലെ പാലും തേനും കലർത്തിയാൽ, അങ്ങനെ കലർത്തി കുടിക്കുന്ന പതിവ് ആളുകൾക്ക് ഇന്നും അറബികൾക്കിടയിൽ ആ പതിവുണ്ട്. നോക്കൂ, അതിനേക്കാൾ മധുരമുള്ളതാണ്, അതിനേക്കാൾ മധുരമുള്ളതാണ്. അതിലെ കോപ്പകളുടെ എണ്ണം എങ്ങനെയാണ്? അനിയത്തുഹ കനുജൂമിസ്സമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിലെ കോപ്പകൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളോട് ഉപമിച്ചതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ എണ്ണം, രണ്ട് അതിൻ്റെ ഭംഗി. അതിൻ്റെ ഭംഗി, ഈ ഭംഗിയിലും അതുപോലെ എണ്ണത്തിലും അത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അതിൽ നിന്ന് കുടിച്ചാൽ പിന്നീട് ഒരിക്കലും അവന് ദാഹിക്കുകയില്ല. മറ്റു ചില റിവായത്തുകളിൽ കാണാം, ഇമാം അഹ്മദിൻ്റെ മുസ്നദിലും മറ്റും കാണാം, പിന്നീട് അവൻ്റെ മുഖം കറുത്തു പോവുകയില്ല. കാരണം നാളെ പരലോകത്ത് യൗമ തബിയദ്ദു വുജൂഹ് വ തസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുത്തിരുണ്ടു പോവുകയും ചെയ്യും. മുഅ്മിനുകളുടെ മുഖമാണ് അന്ന് വെളുത്തു പ്രസന്നമാവുക, കുഫാറുകളുടെ മുഖമാണെന്ന് കറുത്തിരുളുകയും പൊടി പുരണ്ടു പോവുകയും ചെയ്യുക. അപ്പോൾ നോക്കൂ, അതിൻ്റെ നിറവും രുചിയും അതിൽ നിന്ന് കോരാനുള്ള കോപ്പകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതോടൊപ്പം അതിൽ നിന്ന് കുടിച്ചാൽ എന്താണ് സംഭവിക്കുക, അതും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ആ ഹൗദിൽ നിന്ന് കുടിക്കാൻ ആർക്കാണ് സാധിക്കുക? ആ ഹൗദിൽ നിന്ന് കുടിക്കാൻ സാധിക്കുക മുഅ്മിനുകൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിയവർക്കാണ്. അതിൽ നിന്ന് ആട്ടിയകറ്റപ്പെടുക ആരാണ്? ആട്ടിയകറ്റപ്പെടുക ഒന്ന് ഈ ദീൻ സ്വീകരിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് മുർത്തദ്ദായി പോവുകയും ചെയ്തവർ. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് വിട്ടുകടക്കുകയും ബിദ്അത്തിലേക്ക് പോവുകയും ചെയ്തവർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്ത്? ഹൗദിനരികിൽ ചിലർ വരും, എന്നാൽ ചിലർ അതിൽ നിന്ന് തടയപ്പെടും. ഞാൻ ചോദിക്കും, റബ്ബേ, അവർ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ. എന്താണ് മറുപടി ലഭിക്കുക? ഇന്നക ലാ തദ്രി മാ അഹ്ദഥു ബഅദക. നബിയെ, താങ്കൾക്ക് അറിയുകയില്ല താങ്കളുടെ കാലശേഷം എന്തെല്ലാമാണ് അവർ ദീനിൽ കൂട്ടിച്ചേർത്തത്, പുതുതായി കൊണ്ടുവന്നത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫസുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ഗയ്യറ ബഅദി. എനിക്ക് ശേഷം മാറ്റം വരുത്തിയവർ ദൂരെ പോകട്ടെ, ദൂരെ പോകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ആ ഹൗദിൽ നിന്ന് നിനക്ക് കുടിക്കാൻ സാധിക്കുക ഈ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് നീ എത്രമാത്രം നുകർന്നുവോ അതിനനുസരിച്ചാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് നീ എത്ര നുകർന്നുവോ അതിനനുസരിച്ചാണ് നാളെ പരലോകത്ത് ആ ഹൗദിൽ നിന്ന് നിനക്ക് കുടിക്കാൻ സാധിക്കുക. ആ സുന്നത്തിൽ നിന്ന് അകന്നുപോയവർ, ബിദ്അത്തിൽ അകപ്പെട്ടവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ്. യാ സുബ്ഹാനല്ലാഹ്. ബിദ്അത്തിൽ നിന്ന് ഒരാൾക്ക് അകന്നു നിൽക്കാൻ, ബിദ്അത്തുകളെ സൂക്ഷിക്കാൻ ഈ ഒരൊറ്റ ഹദീസ് ധാരാളമാണ്. ഈ ഒരു ഹദീസ് മാത്രം ചിന്തിച്ചാൽ പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനപ്പുറം ബിദ്അത്തുകളിലേക്ക് ഒരാൾക്ക് എങ്ങനെയാണ് പോകാൻ സാധിക്കുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് ശരിക്കും നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ് അത് കുടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, മദീനയിലെ ചില വൃദ്ധകളായ സ്ത്രീകളെ എനിക്കറിയാം, പ്രായമേറിയ ചില സ്ത്രീകളെ. മദീനയിലുള്ള പ്രായമേറിയ ചില സ്ത്രീകളെ എനിക്കറിയാം. അവർ ഒരൊറ്റ നിസ്കാരത്തിലും സുജൂദിൽ അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് ഞങ്ങളെ കുടിപ്പിക്കണേ എന്ന് ദുആ ചെയ്യാതെ അവർ സലാം വീട്ടിയിരുന്നില്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെ മുൻഗാമികളുടെ പതിവായിരുന്നു റബ്ബിനോട് നിസ്കാരത്തിൽ പോലും എന്ത് ദുആ ചെയ്യുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് റബ്ബെ കുടിക്കാൻ നൽകണേ എന്ന് ദുആ ചെയ്യുക മുൻഗാമികളുടെ രീതിയാണ്. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് കുടിക്കാൻ നൽകണേ. കാരണം അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയവർക്ക് മാത്രം സാധിക്കുന്നതാണ്. പിന്നീട് ദാഹിക്കാത്ത, പിന്നീട് മുഖം കറുത്തു പോകാത്ത, അതാണ് അതിൻ്റെ ഫലം. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ഹൗദിൽ നിന്ന് നമുക്ക് കുടിക്കാൻ നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്ന, ബിദ്അത്തുകളിൽ നിന്ന് മരണം വരെ അകലം പാലിക്കുന്ന, ഇസ്ലാമിലും സുന്നത്തിലുമായി മരിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരലോക വിശ്വാസത്തിൽ ഇനി നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം സ്വർഗനരകങ്ങളെക്കുറിച്ചാണ്. സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം, മുസ്ലിമീങ്ങളുടെ വിശ്വാസം, രണ്ടും അല്ലാഹു റബ്ബുൽ ആലമീൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു എന്നതാണ്. സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. ഇത് രണ്ടും ഇന്നും നിലവിലുണ്ട്. ഇത് നിഷേധിക്കുന്ന ചില പിഴച്ച കക്ഷികളുണ്ട്. അത് നേരത്തെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ നിഷേധിക്കുന്നവരാണവർ. എന്നിട്ട് അവർ ചോദിക്കുന്നു, അതുകൊണ്ടുള്ള പ്രയോജനം എന്ത് എന്ന്. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ടുള്ള പ്രയോജനം എന്ത് എന്ന് ചോദിക്കുന്ന പിഴച്ച കക്ഷികളുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിൻ്റെ എന്തെങ്കിലും പ്രയോജനം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എങ്കിലും ഇല്ലെങ്കിലും ശരി, ഖുർആനിലും സുന്നത്തിലും തെളിഞ്ഞു വന്നിട്ടുള്ളത് അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ചോദ്യത്തിന് പ്രസക്തിയില്ല, പക്ഷേ അതുകൊണ്ട് പ്രയോജനമുണ്ട് താനും. കാരണം ബർസഖിൽ മരിക്കുന്നതോടെ ഒരാൾ അയാളുടെ അമലുകൾക്കനുസരിച്ച് ഒന്നുകിൽ സ്വർഗീയമായ അനുഭവം അയാൾക്കുണ്ടാകുന്നുണ്ട്, നരകത്തിൽ നിന്നുള്ള അനുഭവം അയാൾക്കുണ്ടാകുന്നുണ്ട്. ഇത് രണ്ടും നേരത്തെ സൃഷ്ടിച്ചു വച്ചതിൻ്റെ പ്രയോജനമാണത്. അള്ളാഹു ഇത് രണ്ടും നേരത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നു മാത്രമല്ല, ഹദീസുകൾ നമുക്ക് കാണാം, റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പടച്ചു, അതിലെ സുഖ സൗകര്യങ്ങൾ പടച്ചു. എന്നിട്ട് റബ്ബ് സ്വർഗത്തോട് പറഞ്ഞു, തകല്ലമി, നീ സംസാരിക്കുക. അപ്പോൾ സ്വർഗം പറഞ്ഞു, ഖദ് അഫ്ലഹ അൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹ അൽ മുഅ്മിനൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ വാചകം നമുക്ക് സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ തുടക്കത്തിൽ കാണാം. ഖദ് അഫ്ലഹ അൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സ്വർഗത്തെയും നരകത്തെയും പടച്ചു. എന്നിട്ട് ജിബ്രീലിനോട് ഇത് രണ്ടും നോക്കി വരാൻ പറഞ്ഞു. ജിബ്രീൽ നോക്കി വന്നു, സ്വർഗം നോക്കി വന്നു. എന്നിട്ട് പറഞ്ഞു, റബ്ബേ, അതേക്കുറിച്ച് കേൾക്കുന്ന ഒരാളും അതിൽ പ്രവേശിക്കാതെ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതിനെക്കുറിച്ച് കേട്ട ഒരാൾക്ക് പിന്നെ അതിനു വേണ്ടി പണിയെടുക്കാതിരിക്കാൻ സാധിക്കുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തെ മക്കാരിഹ് കൊണ്ട് മൂടുകയുണ്ടായി, പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ട് മൂടി. ജിബ്രീലിനോട് വീണ്ടും നോക്കി വരാൻ പറഞ്ഞു. നോക്കി വന്നിട്ട് ജിബ്രീൽ പറയുകയാണ്, അള്ളാഹു ഒരാളും അതിൽ കടക്കുമെന്ന് തോന്നുന്നില്ല, ആരും അതിൽ കടക്കുകയില്ല എന്ന് ഞാൻ ഭയപ്പെട്ടു പോവുകയാണ്. നരകത്തെ പടച്ചു. ജിബ്രീലിനോട് നോക്കി വരാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം നോക്കി വന്നിട്ട് പറഞ്ഞു, റബ്ബേ, അതേക്കുറിച്ച് കേട്ട ആരെങ്കിലും അതിൽ പ്രവേശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേക്കുറിച്ച് കേട്ട ഒരാൾ അതിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതാണ്. എന്നാൽ റബ്ബ് അതിനെ ഷഹവാത്ത് കൊണ്ട് മൂടി, മനുഷ്യൻ്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും കൊണ്ട് മൂടി. അവൻ്റെ ലൈംഗികവും
അതുപോലെ അവൻ്റെ വയറ്റിൻ്റെയും അവൻ്റെ മറ്റുള്ള ആഗ്രഹങ്ങൾ ഇതൊക്കെ കൊണ്ട് മൂടി. ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, റബ്ബേ, അതിൽ ആളുകളെല്ലാം ഒരാൾ പോലും രക്ഷപ്പെടാതെ പ്രവേശിപ്പിച്ചു പോകുമോ, അതിലേക്ക് വീണു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഇതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞത്, ഹുജിബത്തുൻ നാറു ബിശഹവാത്ത് വഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്. സ്വർഗം മകാരിഹ് കൊണ്ട് മൂടിയിരിക്കുന്നു, അഥവാ അതിൻ്റെ ചുറ്റുമുള്ളത് മകാരിഹാണ്. പലപ്പോഴും മനുഷ്യന് പ്രയാസമായി തോന്നിയേക്കാവുന്ന കാര്യങ്ങൾ, എന്നാൽ അള്ളാഹു കൽപ്പിച്ചു എന്നതുകൊണ്ട് അത് മറികടന്നാൽ മാത്രമേ ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഷഹവാത്ത്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, തോന്നിയതെല്ലാം ഒരാൾ ചെയ്യാൻ നിന്നാൽ നരകത്തിലാണ് അയാൾ പതിക്കുക. അപ്പോൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് രണ്ടും സൃഷ്ടിച്ചിരിക്കുന്നു. സ്വർഗം അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു, നരകം അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. രണ്ടിൻ്റെയും ആഴവും അതിലെ ശിക്ഷകളും, അഥവാ നരകത്തിലെ അതിൻ്റെ ആഴവും അതിൻ്റെ ശിക്ഷയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് വിശദമായി കാണാം. ഖുർആനിൽ അത് മുജ്മലായി കാണാം, എന്നാൽ ഹദീസുകളിൽ അത് മുഫസ്സലായി കാണാം. സ്വർഗ നരകങ്ങളെക്കുറിച്ച്, അതിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഖുർആനിൽ മുജ്മലായി, അഥവാ ചുരുക്കി അള്ളാഹു വിവരിച്ചിരിക്കുന്നു. എന്നാൽ ഹദീസുകളിൽ അത് മുഫസ്സലായി വിശദമായി വന്നിരിക്കുന്നു. പണ്ഡിതന്മാർ ആ വിഷയങ്ങളിൽ മാത്രം പ്രത്യേകം ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അറിവുള്ള ആളുകൾ പറയുന്നത് കാണാം, ഒരാൾ എത്ര തന്നെ ദീൻ പഠിച്ചാലും, ദീനിൻ്റെ അഹ്കാമുകൾ മനസ്സിലാക്കിയാലും, ഹറാമ ഹലാലുകൾ മനസ്സിലാക്കിയാലും, എത്ര അറിവുള്ള ഒരാളും ആവശ്യക്കാരനാണ്. അവൻ ഇടയ്ക്കിടെ ഈ വിഷയം, ഈ ബാബ് അത് തുറന്നു നോക്കുക എന്നത്, സ്വർഗ നരകങ്ങളെക്കുറിച്ച് തർഗീബ് തർഹീബ്, അവനെ ഭയപ്പെടുത്തുന്ന, അവന് പ്രതീക്ഷയേകുന്ന കാര്യങ്ങൾ, ഇത് ഇടയ്ക്കിടെ നോക്കുക എന്നത് ഓരോരുത്തരും ചെയ്യേണ്ടുന്ന കാര്യം. കാരണം നമ്മുടെ ലക്ഷ്യം അതാണ്. ഈ കാണുന്ന ബാക്കി കാര്യങ്ങളൊക്കെ അതിലേക്കുള്ള മാർഗം മാത്രമാണ്. അതുകൊണ്ട് ലക്ഷ്യം മറന്നു പോകരുത്. നോക്കൂ നിങ്ങൾ, ഈ ദീനിൻ്റെ പാഠങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നതും എങ്ങനെയാണ്? കേവലം ചില മഅലൂമാത്ത്, ചില വിവരങ്ങൾ, ചില ഫാക്ട്സുകൾ ഇങ്ങനെ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കും, ചില വിവരങ്ങൾ ഇങ്ങനെ പറയുന്നു, ആ നിലക്കല്ല. മറിച്ച് ഇതിനെല്ലാം ഈമാനിൻ്റെ ഒരു നനവുണ്ടായിരിക്കണം. ഇതെന്തിനു വേണ്ടി നമ്മളിത് ചെയ്യുന്നു എന്ന കാര്യം ഇതിനിടയിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് മൗഇദ, വഅദ്, അത് വേണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. എന്താണ് മൗഇദ, വഅദ് കൊണ്ടുള്ള ഉദ്ദേശം? അതിൽ അമ്രുണ്ട്, നഹിയുണ്ട്, കൽപ്പനയുണ്ട്, വിലക്കുണ്ട്, എന്നാൽ അതോടൊപ്പം ഉപദേശമുണ്ട്, ഭയപ്പെടുത്തലുണ്ട്, ആഗ്രഹം ജനിപ്പിക്കലുണ്ട്. അപ്പം ഇതില്ലാതെ കേവല തർക്കങ്ങളിലും മസ്അലകളിലും മാത്രം നമ്മൾ പോയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഹൃദയം കടുത്തു പോകും. അതുകൊണ്ട് ഈ ഭാഗം ഇടയ്ക്കിടെ ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമാണ്. നിങ്ങൾ നോക്കൂ, സ്വർഗം അള്ളാഹുവിൻ്റെ ഫദ്ലാണ് എങ്കിൽ, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എങ്കിൽ, നരകം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നീതിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹു നിശ്ചയിച്ച നീതിയാണത്. നോക്കൂ, സഹാബത്ത് പറയുകയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് സമിഅ വജ്ബതൻ, ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു, അപ്പോൾ ഒരു ശബ്ദം കേട്ടു. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദ്റൂന മാ ഹാദാ, എന്താണിത് എന്ന് നിങ്ങൾക്കറിയുമോ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവൻ്റെ റസൂലിനുമാണ് അറിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫൻ, ഇത് 70 വർഷങ്ങൾക്ക് മുൻപ് നരകത്തിന് മുകളിൽ നിന്ന് താഴേക്കിട്ട ഒരു കല്ലിൻ്റെ ശബ്ദമാണ്. ഫഹുവ യഹ്വി ഫിന്നാരിൽ ആൻ, ഇപ്പോഴാണത് താഴേക്ക് പതിച്ചത്. ഹത്തൻതഹ ഇലാ ഖഅരിഹാ, അതിൻ്റെ ഗർത്തത്തിൽ, അതിൻ്റെ താഴെ ഇപ്പോഴാണത് എത്തിച്ചേർന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് അതിൻ്റെ ഗർത്തം അത് അങ്ങേയറ്റം ആഴമുള്ളതാണ്. അതിലൊരാൾ പതിക്കുക എന്നത് അങ്ങേയറ്റത്തെ നിന്ദ്യതയാണ്. അള്ളാഹുവിൻ്റെ നബിമാർ
റബ്ബിനോട് നരകത്തിൽ നിന്ന് കാവൽ തേടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇത് എത്രമാത്രം ഭയക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ ചെയ്ത ദുആ ആയി ഹദീസുകളിൽ കാണാം. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ, വഖിന അദാബന്നാർ. അതുപോലെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ തേടിയിട്ടാണ് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയിരുന്നത്. ഒന്നെന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, അല്ലാഹുവേ നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അള്ളാഹുവിനോട് ഒരാൾ 3 തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം അള്ളാഹുവിനോട് പറയും അവന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. 3 തവണ റബ്ബിനോട് ഒരാൾ നരകത്തിൽ നിന്ന് കാവൽ തേടിയാൽ നരകം പറയും അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാറുക്കും ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നിങ്ങൾ ഈ ദുനിയാവിൽ കത്തിക്കുന്ന തീ പരലോകത്തെ നരകത്തീൻ്റെ 70 മാത്രമാണ്. സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇൻ കാനത് ലകാഫിയ, ഇത് തന്നെ മതിയായതാണല്ലോ, കരിച്ചു കളയാൻ മതിയായതാണ്, ശിക്ഷിക്കാൻ മതിയായതാണ് ഈ തീ തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫുദ്ദിലത് അലൈഹിന്ന ബി69 ജുസ്അൻ കുല്ലുഹുന്ന മിസ്ലു ഹർരിഹ, അതിന് മുകളിൽ 69 ഇരട്ടി ചൂട് വർദ്ധിപ്പിച്ചിരിക്കുന്നു, അതിൽ ഓരോ ഇരട്ടിയും തത്തുല്യമായ ചൂടുണ്ട്. അതുപോലെ നോക്കൂ, അവിടെയുള്ള ഭക്ഷണത്തെക്കുറിച്ച്, പാനീയത്തെക്കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് കാണാം. സഖൂം വൃക്ഷത്തിൽ നിന്നവർ കഴിക്കും. അത് നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മുളച്ചു വരുന്ന തൽഉഹ കഅന്നഹു റൂഉസു ശയാത്തീൻ, അതിൻ്റെ ശിഖരങ്ങൾ കാണാൻ പിശാചിൻ്റെ തല പോലെയുണ്ട്. ശൈത്താനെ പൊതുവെ ആളുകൾ കണ്ടിട്ടില്ല, പക്ഷേ അവൻ്റെ രൂപം അത് വിരൂപമാണ് എന്ന് ആളുകളുടെ എല്ലാം മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ വിവരിച്ചിട്ടുള്ളത്. അവിടെയുള്ള ഭക്ഷണം കഴിച്ചാൽ, അവിടെയുള്ള പാനീയം കുടിച്ചാൽ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുൽ ഫഖത്തഅ അംആഅഹും, അവരുടെ ഉള്ളകം മുഴുവൻ തകർന്നു പോകുന്നതാണ്, ഉള്ളിലുള്ളത് മുഴുവൻ. അതുപോലെ ആ പാനീയം അത് മുഖത്തിനടുത്തേക്ക് കൊണ്ടുവന്നാൽ തന്നെ മുഖത്തിൻ്റെ തൊലി ഉരിഞ്ഞ് അതിലേക്ക് വീണുപോകും എന്നാണ്. നഊദു ബില്ലാഹ്. എന്നു മാത്രമല്ല, നരകവാസികളുടെ ശരീരം, ഈ ശിക്ഷ അനുഭവിക്കുന്ന ശരീരം, അത് ഭീകരമായ ശരീരമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഗിലദ ജിൽദിൽ കാഫിരി 42 ദിറാഅൻ വഇന്ന ദിർസഹു മിസ്ലു ഉഹുദ് വഇന്ന മജ്ലിസഹു മിൻ ജഹന്നമ മാ ബൈന മക്കത വൽ മദീന. ഒരു കാഫിറിൻ്റെ നരകത്തിൽ ഒരു കാഫിറിൻ്റെ തൊലിയുടെ അതിൻ്റെ കട്ടി 42 മുഴം ആയിരിക്കും. അവൻ്റെ പല്ല് അത് ഉഹുദ് മലയോളം ഉണ്ടായിരിക്കും. ഇരിക്കുമ്പോൾ അവൻ്റെ ഭാഗം, അവനിരിക്കുന്ന ഭാഗം, അവൻ്റെ ശരീരത്തിൻ്റെ പിൻഭാഗം മക്കക്കും മദീനക്കും ഇടയിലുള്ള അത്ര അകലമുണ്ടായിരിക്കും. ഇത്ര മോശമായ ഭീകരമായ രൂപമായിരിക്കും അവർക്കുണ്ടാവുക. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഅ്താ ബിഅൻഅമി അഹ്ലി ദുനിയ മിൻ അഹ്ലിന്നാർ, ദുനിയാവിൽ ഏറ്റവും സുഖം അനുഭവിച്ച് ജീവിച്ച എന്നാൽ പരലോകത്ത് നരകത്തിൽ പെടുന്ന ഒരുവനെ കൊണ്ടുവരും. ഫയുസ്ബഗു ഫിന്നാരി സബ്ഗ, എന്നിട്ട് അവനെ നരകത്തിലൊന്ന് മുക്കിയെടുക്കും. സുമ്മ യുഖാലു ലഹ്, എന്നിട്ട് അവനോട് പറയും, യബ്ന ആദം ഹൽ റഅയ്ത ഖൈറൻ ഖത്തു, മനുഷ്യ നീ ഇന്ന് വരെ എന്തെങ്കിലും ഖൈർ അനുഭവിച്ചിട്ടുണ്ടോ? ദുനിയാവിൽ ഏറ്റവും സുഖം അനുഭവിച്ച ഒരുവനാണ്. ഹൽ മർറ ബിക നഈമുൻ ഖത്തു, എന്തെങ്കിലും ഒരു സുഖം നീ ഇന്ന് വരെ ആസ്വദിച്ചിട്ടുണ്ടോ? ഫയഖൂൽ, അവൻ പറയും, ലാ വല്ലാഹി യാ റബ്ബ്, അല്ലാഹുവാണ്, ഇല്ല എൻ്റെ റബ്ബേ. ദുനിയാവിൽ ഏറ്റവും സുഖം അനുഭവിച്ചവനെ പരലോകത്ത് നരകത്തിലൊന്ന് മുക്കിയെടുത്താൽ അതോടവൻ അനുഭവിച്ച മുഴുവൻ സുഖസൗകര്യങ്ങളും മറന്നുപോകും. നസ്അലുല്ലാഹി അൽ ആഫിയ വസ്സലാം. വയുഅ്താ ബിഅശദ്ദി الناس ബുഅ്സൻ ഫി الدنيا മിൻ അഹ്ലിൽ ജന്ന, ദുനിയാവിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിച്ച എന്നാൽ പരലോകത്ത് സ്വർഗത്തിലെത്തിച്ചേരുന്ന ഒരുവനെ കൊണ്ടുവരും. ഫയുസ്ബഗു സബ്ഗതൻ ഫിൽ ജന്ന, അവനെ സ്വർഗത്തിലൊന്ന് മുക്കിയെടുക്കും. ഫയുഖാലു ലഹ്, എന്നിട്ട് അവനോട് ചോദിക്കും,
യബ്ന ആദം ഓ മനുഷ്യ ഹൽ റഅയ്ത ബുഅ്സൻ ഖത്തു ഹൽ മറ ബിക മിൻ ഷിദ്ദത്തിൻ ഖത്തു, നീ ഇന്ന് വരെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രയാസം നിൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഫയഖൂൽ, അപ്പോൾ അവൻ പറയും, ലാ വല്ലാഹി യാ റബ്ബ് മാ മറ ബി ബുഅ്സുൻ ഖത്തു വലാ റഅയ്തു ഷിദ്ദതൻ ഖത്തു. ഇന്ന് വരെ ഒരു പ്രയാസം ഞാൻ അനുഭവിച്ചിട്ടില്ല, ഒരു ബുദ്ധിമുട്ട് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹ് ബിൻ ഖൈസ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹ്ലൻ നാരി ലയബ്കൂൻ, നരകവാസികൾ കരയുന്നതാണ്. ഹത്താ ലൗ ഉജ്രിയത്തി സുഫുനു ഫീ ദുമൂഇഹിം ലജറത്, അവരുടെ കണ്ണീരിലൂടെ കപ്പലുകൾ വേണമെങ്കിൽ ഓടിക്കാൻ സാധിക്കും. വ ഇന്നഹും ലയബ്കൂന ദമ, അവർ കരയുമ്പോൾ കണ്ണീരായി വരിക രക്തമായിരിക്കും. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. നോക്കൂ, ഇങ്ങനെ നമുക്ക് വർണ്ണിച്ചാൽ, വിശദീകരിച്ചാൽ അറ്റമില്ലാത്ത രൂപത്തിലുള്ള പ്രയാസങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. എങ്ങനെ അതങ്ങനെ അല്ലാതിരിക്കും? കാരണം അവൻ്റെ നരകമെന്ന് പറഞ്ഞാൽ അവൻ കോപിച്ചിട്ടുള്ള അസീസായ ജബ്ബാറായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ശത്രുക്കളെ, അവനെ ധിക്കരിച്ചവരെ ശിക്ഷിക്കാൻ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അള്ളാഹു അതിനെ അളീം എന്ന് പറഞ്ഞിരിക്കുന്നു. അള്ളാഹു ആ ശിക്ഷയെ അളീം, ഭയാനകമെന്ന് പറഞ്ഞിരിക്കുക. അളീമായ റബ്ബ്, ഏറ്റവും മഹത്വമുള്ളവനായ റബ്ബ്, അവൻ ഒന്നിനെ ഇത് വളരെ വലുതാണ്, ഇത് ഭയങ്കരമാണ് എന്ന് പറഞ്ഞാൽ അതെത്ര വലുതായിരിക്കും? പറയുന്നത് അളീമായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് നോക്കൂ, ഏത് സമയത്തും ഇത് കൺമുന്നിലുണ്ട് എന്നതുപോലെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഒരാൾ തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കും, ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, അവൻ ചെയ്ത അവൻ്റെ അമലല്ലാതെ അവന് കാണാൻ കഴിയില്ല. അവൻ ഇടതുഭാഗത്ത് നോക്കും, ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, അവൻ ചെയ്ത അമലല്ലാതെ അവന് കാണാൻ കഴിയില്ല. അവൻ്റെ മുന്നിലേക്ക് നോക്കും, ഫലാ യറാ ഇല്ലാ നാർ തിൽഖാഅ വജ്ഹ്, അവൻ്റെ മുന്നിൽ, മുഖത്തിന് മുന്നിൽ നരകമാണ് അവൻ കാണുക. ഫത്തഖുൻ നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ ഔ ബികലിമത്തിൻ തയ്യിബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് നിങ്ങളൊരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും ആ നരകത്തിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളുക. ഔ ബികലിമത്തിൻ തയ്യിബ, അല്ലെങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ അതിലേക്ക് പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. ഈ ദുനിയാവും പിശാചും അതുപോലെ നമ്മുടെ നഫ്സിൻ്റെ താല്പര്യങ്ങളുമെല്ലാം ഇത് നമ്മെ മറപ്പിച്ച് കളയും, നമ്മെ അശ്രദ്ധമാക്കി കളയും. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് കാവൽ തേടുക, അതിനെ ഭയപ്പെടുക. നോക്കൂ, നിങ്ങൾ അതിനെ ഭയപ്പെടുക എന്നത് അവിടെ നിൽക്കട്ടെ, അതിനെ പരിഹസിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. സുബ്ഹാനല്ലാഹ്, അവരെ കാത്തിരിക്കുന്നത് കത്തിജ്വലിക്കുന്ന നരകമാണ്. അവരെ കാത്തിരിക്കുന്നത് അലൈസ ഹാദാ ബിൽ ഹഖ്, ഇത് സത്യമായിരുന്നില്ലേ, എന്തു പറയാനുണ്ട് ഇപ്പോൾ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യമാണ് അവരെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പരിഹസിക്കുന്നവരുടെ പരിഹാസങ്ങൾ, നരകത്തെക്കുറിച്ചുള്ള ആ ഭയപ്പാടിൽ നിന്ന് നമ്മെ പിന്നോട്ട് വലിക്കാൻ പാടില്ല. മറിച്ച് അത് ഓർക്കുക, അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷ അത് ഓർക്കുക, അതിനെ ഭയപ്പെട്ട് കഴിയുക. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് കാണാം. തർഹീബുണ്ട് എങ്കിൽ, ഭയപ്പെടുത്തുന്നതുണ്ട് എങ്കിൽ, തർഹീബ് പ്രതീക്ഷ നൽകുന്ന കാര്യം, സ്വർഗത്തെക്കുറിച്ചുള്ള വിവരണം ഖുർആനിലും സുന്നത്തിലും നമുക്ക് അതിനോട് ചേർത്ത് വെച്ച് കാണാൻ സാധിക്കും. സ്വർഗം എന്ന് പറയുന്നത് മുഅ്മിനിൻ്റെ മനസ്സിന് കുളിരേകുന്ന, അവൻ്റെ മനസ്സിൽ പ്രതീക്ഷ ജനിപ്പിക്കുന്ന, അവൻ ആഗ്രഹിക്കേണ്ടുന്ന കാര്യമാണ്. ചില സൂഫികൾ പറഞ്ഞതുപോലെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല എന്ന് ചിലർ പറഞ്ഞത് കാണാം. തെറ്റാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹൗലഹ നുദൻദിൻ, അതിനുവേണ്ടിയാണ് ഞാൻ പണിയെടുക്കുന്നത്, നമ്മൾ അതിനു വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന് ഒരു അറാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഒരു അറാബി വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെയും മുആദിൻ്റെയും നിങ്ങളൊക്കെ എന്തിനാണ് പരിശ്രമിക്കുന്നത്? എനിക്കറിയില്ല, ഞാൻ സ്വർഗത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹൗലഹ നുദൻദിൻ, അതെ, അതിനു വേണ്ടിയാണ് ഞങ്ങളും പണിയെടുക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നോക്കൂ, റബ്ബ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചത്.
അഅദത്തു ലിഇബാദിയ الصالحين ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر. ഞാൻ എൻ്റെ സാലിഹികളായ നല്ലവരായ അടിമകൾക്ക് ഒരുക്കി വച്ചിരിക്കുന്നു മാ ലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, വലാ ഉദുനുൻ സമിഅത്ത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശറിൻ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും സങ്കല്പിക്കാൻ സാധിക്കാത്തത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരു നഫ്സിനും ഒരാൾക്കും അറിയില്ല അതിനുവേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള കൺകുളിർമയേകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് എന്ന്. കാരണം അത് അള്ളാഹു അവനെ കാണാനെത്തുന്നവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള വിരുന്നാണ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താണ്? ഏറ്റവും വലിയ നമ്മുടെ ലക്ഷ്യം എന്താണ്? റബ്ബിനെ കാണലാണ്, അള്ളാഹുവിനെ കാണലാണ്. അള്ളാഹുലേക്ക് വരുന്ന വഫ്ദാൻ, അവനിലേക്ക് വരുന്ന അവൻ്റെ അടിമകളിൽ അവൻ തിരഞ്ഞെടുത്ത സംഘമാണ് സ്വർഗ്ഗക്കാർ. അവർക്ക് വേണ്ടി അവൻ ഒരുക്കി വെച്ചിട്ടുള്ള നുസുലാണ് യഥാർത്ഥത്തിൽ സ്വർഗവും അതിലെ സുഖങ്ങളും എല്ലാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതിൻ്റെ സുഗന്ധം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ 40 വർഷം വടിദൂരം അടിച്ചു വീശുന്നതാണ്. അവിടെ പ്രവേശിച്ച മുഅ്മിനീങ്ങൾക്ക് അരികിലൂടെ ആശംസകളുമായി അതാ മലായികത്ത് അവർക്കരികിലേക്ക് വരുന്നതാണ്. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ വാതിലിലൂടെയും. അതിന് എത്ര വാതിലുകളുണ്ട്? 8 വാതിലുകളുണ്ട്. നോക്കൂ നിങ്ങൾ, ഓരോന്നിനും ഓരോ അമലുകളുടെ പേരാണ്. ബാബു സലാഹ്, ബാബുൽ ജിഹാദ് എന്നിങ്ങനെ അമലുകളുടെ പേര്. എന്നാൽ നോമ്പിൻ്റെ ബാബിന് മാത്രം എന്താണ് പേര്? ബാബു റയ്യാൻ. കാരണം ആ പേര് സൂചിപ്പിക്കുന്നത് നമ്മൾ വെള്ളവും അതുപോലെ കുളിർമയേകുന്ന പാനീയങ്ങളുമൊക്കെ കുടിച്ചാൽ ശരീരം ഒന്ന് കുളിർക്കുമല്ലോ. കുളിർത്ത് ആ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരിക, ആ പ്രയോഗമാണ് യഥാർത്ഥത്തിൽ റയ്യാൻ എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത്. ആ പേരാണ് യഥാർത്ഥത്തിൽ സൗമിൻ്റെ ആളുകൾക്ക് അവർക്ക് പ്രവേശിക്കുന്ന വാതിലിന് ഉണ്ടാവുക. നോക്കൂ നിങ്ങൾ, ആദ്യം അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കും. അതുപോലെ സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യദ്ഖുലന്നൽ ജന്നത മിൻ ഉമ്മതി 70,000 മുതമാസികൂന ആഖിദുൻ ബഅ്ദുഹും ബിബഅദ് ലാ യദ്ഖുലു അവ്വലുഹും ഹത്താ യദ്ഖുല ആഖിറുഹും വുജൂഹുഹും അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദ്ർ. 70,000 ആളുകൾ ഒരുമിച്ച് പരസ്പരം പിടിച്ചുകൊണ്ട് ആ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കും. എല്ലാവരും ഒരുമിച്ച്. ആദ്യത്തെ ആൾ കടക്കുമ്പോൾ അവസാനത്തെ ആളും കടക്കും. അവരുടെ മുഖങ്ങൾ ലൈലത്തുൽ ബദ്റിൽ അഥവാ 14-ാം രാവിലെ ചന്ദ്രനെ പോലെ ഉണ്ടാകും. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇങ്ങനെ അവർ ആദ്യത്തെ കൂട്ടരിങ്ങനെയാണ്. രണ്ടാമത് പ്രവേശിക്കുന്നവർ അല അശദ്ദി കൗകബിൻ ദുർരിയൻ ഫിസ്സമാഇ ഇദാഅതൻ, അവരെ കാണാൻ ആകാശത്തുള്ള ഏറ്റവും തിളക്കമുള്ള ഒരു നക്ഷത്രത്തെ പോലെ ഉണ്ടാകും. ലാ യബൂലൂൻ വലാ യതഗവ്വതൂൻ വലാ യംതഖിതൂൻ വലാ യത്ഫുലൂൻ. ആ സ്വർഗത്തിൽ അവർ മൂത്രമൊഴിക്കുകയില്ല, കാഷ്ടിക്കുകയില്ല, അവർ മൂക്ക് ചീറ്റുകയില്ല, തുപ്പുകയില്ല. അംഷാത്തുഹുമുദ്ദഹബ്, അവർക്ക് അവരുടെ മുടി ചീകാനുള്ള ചീർപ്പുകൾ സ്വർണം കൊണ്ടുള്ളതായിരിക്കും. വറഷ്ഹുഹുമുൽ മിസ്ക്, അവരുടെ വിയർപ്പ് അതിന് കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും. വമജാമിറുഹുമുൽ ഉലൂവ, ഉലൂവയായിരിക്കും അവരവിടെ പുകയ്ക്കുക. വഅസ്വാജുഹുമുൽ ഹൂറുൽ ഐൻ, അവരുടെ ഇണകൾ അൽ ഹൂറുൽ ഐനായിരിക്കും. ഹൂറുൽ ഐൻ എന്നവർക്ക് പേര് വരാനുള്ള കാരണം അവരുടെ കണ്ണുകളുടെ ഭംഗിയെ സൂചിപ്പിക്കുന്ന പേരാണ്. വിടർന്ന കണ്ണുകൾ, വെളുപ്പ് നിറമുള്ള ഭാഗം അതീവ വെളുപ്പും കറുപ്പ് നിറമുള്ള ഭാഗം അതീവ കറുപ്പുമുള്ള കണ്ണുകൾ. അഖ്ലാഖുഹും അലാ ഖുലുഖി റജുലിൻ വാഹിദ്, അവരുടെ എല്ലാം സ്വഭാവം ഒരുപോലെ ആയിരിക്കും. അതുപോലെ അവരുടെ രൂപം ഒരുപോലെ ആയിരിക്കും. എങ്ങനെ? അവരുടെ ഉയരം അലാ സൂറത്തി അബീഹിം ആദമ 60 ദിറാഅൻ ഫിസ്സമാ, ആദം അലൈഹിസ്സലാമിൻ്റെ പൊക്കം 60 മുഴം നീളമുണ്ടായിരിക്കും അവർക്ക് എല്ലാവർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖ്തിലാഫ ബൈനഹും വലാ തബാഗുദ്, അവർക്കിടയിൽ എന്തെങ്കിലും വിദ്വേഷമോ വെറുപ്പോ ഉണ്ടാവുകയില്ല. അള്ളാഹുവിനെ അവർ എപ്പോഴും തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കും. നോക്കൂ നിങ്ങൾ, ദിക്റുകളുടെ പ്രത്യേകതയാണ്
സ്വർഗത്തിലും അവസാനിക്കാത്ത ഇബാദത്താണ് എന്ത്? ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക. പക്ഷേ ദുനിയാവിലെ ദിക്ർ പോലെ ചൊല്ലുമ്പോൾ അതിനുവേണ്ടി ഒരു അധ്വാനം സ്വർഗത്തിൽ വേണ്ടി വരികയില്ല. മറിച്ച് നഫസ് പോലെ, നഫസ് എന്നാൽ എന്താണ്? ശ്വാസനിശ്വാസങ്ങൾ പോലെ അത് ഒരു ഇടതടവില്ലാതെ പ്രയാസമില്ലാതെ അവരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. ഇവിടെ ശ്വാസം കഴിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഒരു അധ്വാനവും അധ്വാനിക്കുന്നില്ല. ഒരു മിനിറ്റിൽ നമ്മൾ എത്ര തവണ ശ്വാസം പിടിച്ച് നമ്മൾ എണ്ണുന്നില്ല, നമ്മളത് അറിയുന്നേ ഇല്ല. എന്നതുപോലെ ആയിരിക്കും അവിടെ അവരുടെ ദിക്റുകൾ എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മൂസ അലൈഹിസ്സലാം സഅല റബ്ബ, മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, മാ അദ്ന അഹ്ലുൽ ജന്നതി മൻസില, അള്ളാഹുവെ സ്വർഗത്തിൽ അവസാനത്തെ ഏറ്റവും താഴെ പദവിയിലുള്ളവരുടെ സ്ഥിതി എന്താണ്? അള്ളാഹു അപ്പോൾ മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, റജുലുൻ യജീഉ ബഅദമാ ദഖല അഹ്ലുൽ ജന്ന, സ്വർഗ്ഗക്കാർ മുഴുവൻ അവിടേക്ക് കയറിക്കഴിഞ്ഞതിനു ശേഷം വരുന്ന ഒരാളാണ്. ഫയുഖാലു ലഹ്, അവനോട് പറയും, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. ഫയഖൂൽ, അവൻ പറയും, റബ്ബി കൈഫ വഖദ് നസല അന്നാസു മനാസിലഹും വഅഖദു അഖ്ദാതിഹിം, റബ്ബി ആളുകളൊക്കെ അവരവരുടെ ഇടങ്ങൾ പിടിച്ചല്ലോ, അവർക്ക് കിട്ടാനുള്ളതൊക്കെ അവർ വാങ്ങിയല്ലോ, ഇനി എന്താണ് ഉണ്ടാവുക? ഫയുഖാലു ലഹ്, അപ്പോൾ അവനോട് ചോദിക്കും, അതർദ അൻ യകൂന ലക മിസ്ലു മലിക്കിൻ മിൻ മുലൂക്കി ദുനിയ, ദുനിയാവിലെ ഒരു രാജാവിൻ്റെ അത്ര നിനക്ക് ഉണ്ടാവുക എന്നത് നിനക്ക് പോരെ? അവൻ പറഞ്ഞു, റദീതു റബ്ബ്, എൻ്റെ റബ്ബെ മതി, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവനോട് പറയും, ലക ദാലിക വമിസ്ലുഹു വമിസ്ലുഹു, നിനക്ക് അത്രയുണ്ടായിരിക്കും, അതിൻ്റെ ഇരട്ടി, അതിൻ്റെ ഇരട്ടി, അതിൻ്റെ ഇരട്ടി. 5 തവണ എത്തിയപ്പോൾ അവൻ പറഞ്ഞു, റദീതു റബ്ബ്, റബ്ബെ എനിക്ക് മതി. അവനോട് വീണ്ടും പറയും, ഹാദാ ലക വഅശറതു അംസാലിഹ്, നിനക്കതും അതിൻ്റെ 10 ഇരട്ടിയും ഉണ്ടാകും. വലക മഷ്തഹത് നഫ്സുക് വലദ്ദത ഐനുക്, നിൻ്റെ മനസ്സ് കൊതിക്കുന്നത്, നിൻ്റെ കണ്ണ് കുളിർപ്പിക്കുന്നത് അത് നിനക്കുണ്ടായിരിക്കും. അവൻ പറയും, റബ്ബി റദീത്, റബ്ബെ എനിക്ക് തൃപ്തിയായിരിക്കുന്നു. മൂസ അലൈഹിസ്സലാം ചോദിച്ചു, റബ്ബി ഫഅലാഹും മൻസില, അല്ലാഹുവേ അപ്പോൾ അവരിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? അല്ലാഹു പറയും, ഉലൈക അല്ലദീന അറദ്തു വഗറസ്തു കറാമതഹും ബിയദി വഖതംതു അലൈഹാ ഫലം തറ ഐനുൻ വലം തസ്മഅ ഉദുനുൻ വലം യഖ്തുർ അലാ ഖൽബി ബശരിൻ, അവർ ഞാൻ ഉദ്ദേശിച്ച ഒരു കൂട്ടരാണ്. അവർക്കുള്ള കറാമ, അവർക്ക് ഞാൻ നിശ്ചയിച്ചിട്ടുള്ള ആദരവുകളും അവർക്കുള്ള ഉപഹാരങ്ങളും എൻ്റെ കൈകൊണ്ട് ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു, ഞാൻ അതിന് മുദ്ര വച്ചിരിക്കുന്നു. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ മനസ്സിലും സങ്കല്പിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. സ്വർഗം അത് പല ദറജകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ 100 ദറജകളുണ്ട്. ഇതിലേറ്റവും മുകളിലുള്ളത് ഫിർദൗസാണ്. ഇദാ സഅൽതുമുല്ലാഹൽ ജന്നത ഫസ്അലൂഹുൽ ഫിർദൗസ് ഫഇന്നഹ അഅലൽ ജന്നതി വഔസതുഹാ വഫൗഖഹ അർശുർ റഹ്മാൻ വമിൻഹാ തഫജ്ജറു അൻഹാറുൽ ജന്ന. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കുക, അതാണ് ഏറ്റവും മുകളിലുള്ള സ്വർഗത്തിലെ ദറജ, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അതിന് മുകളിലാണ് റഹ്മാനായ റബ്ബിൻ്റെ അർശുള്ളത്. അർശ് അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും വലുതാണ്. അപ്പോൾ നോക്കൂ, ഒരു വീട്ടിൻ്റെ മേൽക്കൂര ആ വീട്ടിനനുസരിച്ചാണ് ഉണ്ടാവുക. ഫിർദൗസിൻ്റെ മേൽക്കൂര എന്താണ്? അള്ളാഹുവിൻ്റെ അർശാണ്, അതിൻ്റെ വലിപ്പം എന്തായിരിക്കും? അതുപോലെ അവിടെ നിന്നാണ് സ്വർഗത്തിൻ്റെ അരുവികൾ പൊട്ടി ഒഴുകുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ആളുകളെക്കുറിച്ച് പറയുകയാണ്, അവർ എന്നെന്നും ജീവിക്കും, മരിക്കുകയില്ല, അവരുടെ യൗവനം നശിക്കുകയില്ല, അവരുടെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോവുകയില്ല. സഹാബത്ത് ചോദിച്ചു, മാ ബിനാഉഹ, നബി അവിടെയുള്ള കെട്ടിടങ്ങൾ എങ്ങനെയായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലബിനതു മിൻ ദഹബ് വലബിനതു മിൻ ഫിദ്ദ, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഇഷ്ടികകൾ അടുക്കി വെച്ചിട്ടാണ് ആ കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. വമിലാത്തുഹൽ മിസ്ക്, ഇതിൻ്റെ മിലാത്ത് എന്നാൽ 2 കല്ലുകൾ അടുക്കി വെച്ചാൽ രണ്ടും പരസ്പരം ചേർന്ന് നിൽക്കാൻ തേക്കുമല്ലോ, ദുനിയാവിൽ കുമ്മായവും മറ്റും വെച്ച് തേക്കുന്നത് പോലെ അത് കസ്തൂരി കൊണ്ടാണ് തേക്കുക. വതുറാബുഹ സഅഫറാൻ, അവിടെയുള്ള മണ്ണ് അത് കുങ്കുമമായിരിക്കും. വഹസബാഉഹ അല്ലുഉലു വൽ യാഖൂത്ത്, സ്വർഗത്തിലെ ചരൽക്കല്ലുകൾ അത് മുത്തും പവിഴവുമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
إن للمؤمنين في الجنة لخيمة من لؤلؤة واحدة مجوفة. സ്വർഗത്തിൽ മുഅ്മിനുകൾക്ക് ഒരൊറ്റ മുത്തിൽ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളു പൊള്ളയായ ഖൈമകൾ ഉണ്ടായിരിക്കും. ഖൈമകൾ നോക്കൂ, ഖൈമകൾ അറിയുന്ന അറബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ അത് പ്രത്യേകം നന്നായി വീട്ടിന് പുറത്തുള്ളതാണ് അത് ഖൈമകൾ. കൊട്ടാരങ്ങൾ വേറെയാണ്, ഖൈമ കൂടാരങ്ങൾ അതിന് പുറമേ ഉള്ളതാണ്. തൂലുഹ ഫിസ്സമാഇ 60 മീലൻ, അതിൻ്റെ തൂൽ അതിൻ്റെ വിസ്താരം അത് 60 മൈലുണ്ടായിരിക്കും. ലിൽ മുഅ്മിനി ഫിഹ അഹ്ലൂൻ, മുഅ്മിനൻ അവിടെ അതിൻ്റെ ഓരോ മൂലയിലും അവന് ഇണകളുണ്ടായിരിക്കും. യതൂഫു അലൈഹിമുൽ മുഅ്മിൻ, അവർക്കരികിലെല്ലാം മുഅ്മിൻ ചെല്ലും. ഫലാ യറാ ബഅദുഹും ബഅദാ, എന്നാൽ അവൻ്റെ ഇണകൾ അവൻ്റെ കുടുംബം അവർ പരസ്പരം കാണുകയില്ല. അബൂ മാലിക് അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഗുറഫൻ യുറാ ദാഹിറുഹാ മിൻ ബാത്തിനിഹാ വബാത്തിനുഹാ മിൻ ദാഹിരിഹാ. സ്വർഗത്തിൽ മുഅ്മിനുകൾക്ക് പ്രത്യേകം ഗുറഫുകൾ, പ്രത്യേകം അറകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ പുറം ഭാഗം ഉള്ളിൽ നിന്ന് കാണാം, ഉൾഭാഗം പുറത്തു നിന്ന് കാണാം. ചില റിവായത്തുകൾ വന്നതുപോലെ, അഥവാ അതിൻ്റെ ഉടമസ്ഥർക്ക്, അതിൻ്റെ ആളുകൾ ആരാണ് അവർക്ക് എന്ത് ചെയ്യാം, പുറത്തു നിന്ന് ഉൾഭാഗം കാണാം, ഉള്ളിൽ നിന്ന് പുറമേക്ക് കാണുന്നത് പോലെ. അഅദ്ദഹ അല്ലാഹു തആല, അല്ലാഹു അത് ഒരുക്കി വെച്ചിരിക്കുന്നു. ലിമൻ അത്അമ അത്അാം വഅലാന അൽ കലാം വസല്ല ബില്ലൈലി വന്നാസു നിയാം. ആരാണോ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തത്, സംസാരം നന്നാക്കിയത്, മൃദുലമാക്കിയത്, രാത്രി ആളുകൾ ഉറങ്ങിക്കിടക്കവേ നിസ്കരിച്ചത്, അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഖുർആനിൽ അവിടെയുള്ള നദികളെക്കുറിച്ച് പറഞ്ഞു. അല്ല, ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമുക്ക് എന്ത് കാണാം? തജ്രി മിൻ തഹ്തിഹ അൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ. താഴെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കൊട്ടാരങ്ങൾക്കും മരങ്ങൾക്കും താഴെ എന്നാണ്. അതല്ലാതെ എന്തല്ല, ദുനിയാവിലെ നദികൾ ഒഴുകുന്നത് പോലെ ആഴങ്ങളിൽ, കിടങ്ങുകളിലല്ല സ്വർഗത്തിലെ നദി ഒഴുകുക, മറിച്ച് മുകളിലൂടെയാണ് ഒഴുകുക. ആഴമുണ്ടായിരിക്കുകയില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്യുന്നവനാണ്. അപ്പോൾ നോക്കൂ, അതുപോലെ അവിടെയുള്ള നദികളെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞതുപോലെ, മിമ്മാഇൻ ഗൈരി ആസിൻ വൻഹാറുൻ മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു വഅൻഹാറുൻ മിൻ അസലിൻ വഅൻഹാറുൻ മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ വഅൻഹാറുൻ മിൻ അസലിൻ മുസഫ. അവിടെ ഒരു കലർപ്പുമില്ലാത്ത വെള്ളത്തിൻ്റെ അരുവികളുണ്ടാകും, പാലിൻ്റെ അരുവികളുണ്ടാകും, തേനിൻ്റെ അരുവികളുണ്ടാകും, മദ്യത്തിൻ്റെ അരുവികളുണ്ടാകും. എന്നാൽ അവിടെയുള്ള പാൽ എന്നാൽ കാലികളുടെ അകിടിൽ നിന്ന് വന്നിട്ടുള്ള പാലല്ല, തേനീച്ചയിൽ നിന്ന് എടുത്തിട്ടുള്ള തേനുമല്ല, ലഹരി ബാധിക്കുകയോ തലക്കോ അല്ലെങ്കിൽ ബുദ്ധിക്കോ എന്തെങ്കിലും കേടുപാട് സംഭവിക്കുന്ന മദ്യമല്ല. ഇങ്ങനെയുള്ള അരുവികളാണ് അവിടെ ഉണ്ട്. അതുപോലെ മുഅ്മിനുകൾ അവരുദ്ദേശിക്കുന്നിടങ്ങളിലേക്ക് അത് ഒഴുക്കിക്കൊണ്ടിരിക്കുമെന്നാണ്. അവിടെയുള്ളവർ അവരുദ്ദേശിക്കുന്നിടത്തേക്ക് അത് അവരൊഴുക്കിക്കൊണ്ടിരിക്കും. അവിടെയുള്ള മരങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഷജറ യസീറു റാകിബു ഫി ളില്ലിഹാ 100 ആമിൻ ലാ യഖ്തഉഹാ. അവിടെയുള്ള ഒരു മരത്തിൻ്റെ തണലിലൂടെ അതിവേഗം കുതിരപ്പുറത്ത് പോകുന്ന ഒരാൾ 100 വർഷം സഞ്ചരിച്ചാലും ഒരു മരത്തിൻ്റെ തണൽ മുറിച്ചു കടക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പാരായണം ചെയ്തു വദില്ലിൻ മംദൂദ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് വദില്ലിൻ മംദൂദ്, സുദീർഘമായ തണൽ സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന്. നോക്കൂ, അവിടെയുള്ള ഭക്ഷണപാനീയങ്ങൾ അല്ലാഹു ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. അവർക്കിഷ്ടമുള്ള പഴങ്ങൾ അവിടെ ഉണ്ടായിരിക്കും, പക്ഷികളുടെ മാംസം അവിടെ ഉണ്ടായിരിക്കും. നോക്കൂ, ഇങ്ങനെ സുഖങ്ങൾ മാത്രം, മോശമായ ഒരു വാക്ക് പോലും കേൾക്കുകയില്ല. അലോസരപ്പെടുത്തുന്ന ഒരു വാക്ക് അവരോടൊരാളും അവിടെ പറയുകയില്ല. ഒരു ലഘു അല്ലെങ്കിൽ ഒരു കളവ്, ഒരു അനാവശ്യമായ വാക്ക് ഇല്ല. ഖീലൻ സലാമൻ സലാമ, സമാധാനത്തിൻ്റെ വാക്ക്. അതുപോലെ ഇതുപോലുള്ള കലർപ്പുകളിൽ നിന്നെല്ലാം മുക്തമായ നല്ല വാക്ക് മാത്രമേ അവരവിടെ കേൾക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഏറ്റവും നല്ല ഇണകളെ അവിടെ നൽകുന്നതാണ്. അള്ളാഹു അവരെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് അസ്വാജു മുതഹറ എന്നാണ്. മുതഹറത്തായ ഇണകൾ. മുതഹറത്ത് എന്നാൽ എന്താണ്? പരിശുദ്ധനാണ്. ദുനിയാവിലെ സ്ത്രീകൾക്ക്
ഉണ്ടാകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ സ്വർഗവാസികൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അവരിൽ നിന്ന് മാലിന്യങ്ങൾ, നജസ്സുകൾ പുറത്തേക്ക് വരികയില്ല. അതുപോലെ സ്ത്രീകൾക്ക് പ്രത്യേകമായി ഉണ്ടാകുന്ന ഹൈദോ അതുപോലുള്ള കാര്യങ്ങളോ അവർക്കുണ്ടാവുകയില്ല. അവരുടെ ഉള്ളകം ഏറ്റവും പരിശുദ്ധമാണ്. അതുപോലെ അവരുടെ പുറമേക്ക് കാണാനും ഏറ്റവും ഭംഗിയാണ് അവർക്കുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് പറഞ്ഞത് കാണാം, അവരെങ്ങാനും ഭൂമിയിലേക്ക് നോക്കിയിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലൗ ഇത്തലഅത് ഇംറഅതു മിൻ നിസാഇ അഹ്ലിൽ ജന്നതി ഇലൽ അർദ് ലമലഅത് മാ ബൈനഹുമാ റീഹ വലഅദാഅത് മാ ബൈനഹുമാ വലനസീഫുഹ അല റഅസിഹ ഖൈറുൻ മിനദ് ദുനിയ വമാ ഫിഹ. സ്വർഗ സ്ത്രീകളിൽ ആരെങ്കിലും ഒന്ന് ഭൂമിയിലേക്ക് നോക്കിയിരുന്നെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ മുഴുവൻ അവരുടെ സുഗന്ധം പരക്കുമായിരുന്നു. വല അദാഅത് മാ ബൈനഹുമ, അവക്കിടയിൽ മുഴുവൻ പ്രകാശം നിറയുമായിരുന്നു. അവളുടെ തലയിൽ ധരിച്ച നസീഫ്, അവളുടെ തട്ടമാണ് ഖൈറും മിനദ് ദുനിയ വമാ ഫിഹ, ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും മുഴുവൻ ഖൈർ. അവളുടെ തലയിൽ ധരിച്ച ഒരു തട്ടം ഇങ്ങനെയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവരുടെ ഇണകളോട് ഏറ്റവും മനോഹരമായ വാക്കല്ലാതെ അവർ പറയുകയില്ല. തഫ്സീറുകളിലും ചില അഥറുകളിലും വന്നിട്ടുള്ളതുപോലെ അവർ അവരുടെ ഇണകളോട് പറയും, നിന്നെക്കാൾ നല്ല ഒരാളെ, ഭംഗിയുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എന്നെ നിനക്ക് വേണ്ടി നിശ്ചയിച്ച, നിന്നെ എനിക്ക് വേണ്ടി നിശ്ചയിച്ച അള്ളാഹുവിനാകുന്നു എല്ലാ ഹംദും. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ആ പുറമേക്കുള്ള ഭംഗിയും ഉള്ളിലുള്ള ഭംഗിയും പോലെ അതിനേക്കാൾ മനോഹരമാണ്, അതുപോലെ മനോഹരമാണ് വാക്കുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ കാണാം, അവരവരുടെ ഇണകൾക്ക് വേണ്ടി മനോഹരമായ ഗാനങ്ങൾ ആലപിക്കും, പാട്ടുകൾ പാടുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ചൊല്ലുന്ന വരികൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നഹ്നു ഖാലിദാത്തുൻ, ഞങ്ങൾ ശാശ്വതരാണ്, ഞങ്ങൾ ഒരിക്കലും നീങ്ങിപ്പോവുകയില്ല, മരിച്ചു പോവുകയില്ല, പിരിഞ്ഞു പോവുകയില്ല. അതുപോലെ നോക്കൂ, അവരുടെ ഇണകളെല്ലാം ഒരേ പ്രായത്തിലുള്ളവരും, അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഉറുബൻ അത്റാബ, അവരുടെ ഇണകളോട് ഏറ്റവും മനോഹരമായൊരു, ഏറ്റവും സ്നേഹത്തിൽ പെരുമാറുന്നവരും ഒരേ പ്രായത്തിലുള്ളവരും ഒരുമിച്ച് നടക്കുകയും ഒരുമിച്ച് നീങ്ങുകയും ചെയ്യുമ്പോൾ ഒരു പ്രയാസവും അവർക്കിടയിൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നവരാണ്. നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവരുടെ ഭംഗി ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണിച്ചിരിക്കുന്നത്. ഇതെല്ലാം എന്തിനാണ്? മുഅ്മിനുകൾ അത് ആഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, നീ അവർക്കുള്ള മഹർ ഒരുക്കി വെക്കുക, നീ നിസാരമായ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട് കാര്യമില്ല, മറിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നതാണ് അവർക്കുള്ള മഹർ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നതാണ് അവർക്കുള്ള മഹർ എന്ന് പറയുന്നത്. അള്ളാഹു റബ്ബുൽ ആലമീൻ സ്ത്രീകളെ വർണ്ണിച്ചിരിക്കുന്നു, ഹദീസുകളിലും അതെ, സ്വർഗത്തിലുള്ള സ്ത്രീകളെ വർണ്ണിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് പുരുഷന്മാരെ വർണ്ണിക്കാത്തത്? പുരുഷന്മാർക്ക് യോജിച്ച വർണ്ണനയാണ് പുരുഷന്മാർക്ക് പറയുക, സ്ത്രീകൾക്ക് യോജിച്ച വർണ്ണനയാണ് സ്ത്രീകൾക്ക് പറയുക. എന്ന് മാത്രമല്ല, സ്ത്രീകളെയും പുരുഷന്മാരെയും പടച്ച റബ്ബിനറിയാം എന്താണ് ഇവർക്ക് ആഗ്രഹം ജനിപ്പിക്കുന്ന, മോഹമുണ്ടാക്കുന്ന കാര്യം എന്താണ്. റബ്ബ് സുബ്ഹാനഹു വ തആലക്കറിയാം. എന്നു മാത്രമല്ല, അവിടെ പുരുഷനുള്ള ഇണകൾ അള്ളാഹു അവരുടെ വിശേഷണമായി പറഞ്ഞതാണ്. ലം യത്മിസുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, അവരുടെ ഇണകൾക്ക് മുൻപേ അവരെ ആരും സ്പർശിച്ചിട്ടില്ല, ഒരു മനുഷ്യനോ ജിന്നോ സ്പർശിച്ചിട്ടില്ല. അവരുടെ ഇണകൾക്ക് മുൻപ് അവരാരും സ്പർശിച്ചിട്ടില്ല, മനുഷ്യനോ ജിന്നോ സ്പർശിച്ചിട്ടില്ല. അതുകൊണ്ട് ചില വിവരദോഷികൾ പറയുന്നത് പോലെ പുരുഷന് ഒന്നിലധികം ഇണകളുണ്ടാകും, സ്ത്രീകൾക്കെന്തേ അങ്ങനെ ഇല്ലാത്തത്? പുരുഷൻ്റെയും സ്ത്രീയുടെയും പ്രകൃതത്തെക്കുറിച്ചോ പുരുഷൻ്റെയും സ്ത്രീയുടെയും ശുദ്ധിയെക്കുറിച്ചോ അറിയുന്ന ഒരാൾ ഇത് പറയുകയില്ല. കാരണം പുരുഷന് അത് യോജിക്കും, അവന് ഒന്നിലധികം ഇണകൾ ഉണ്ടാവുക എന്നത് അവൻ്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. അതേസമയം സ്ത്രീയുടെ പൂർണ്ണത എന്താണ്? അവൾക്ക് ഒരേ ഒരു ഇണ മാത്രം ഉണ്ടായിരിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഖുർആനിൽ എന്തു പറഞ്ഞു? ലം യത്മിസുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, അവളുടെ ഇണക്ക് മുൻപേ, അവളുടെ ഭർത്താവിന് മുൻപേ ആരും സ്പർശിച്ചിട്ടില്ല, ഒരു മനുഷ്യനോ ജിന്നോ സ്പർശിച്ചിട്ടില്ല. അവൾക്ക് ഒന്നിലധികം ഇണകൾ ഉണ്ടായാലും ഇതെങ്ങനെ ശരിയാകും? അല്ല, അവളുടെ ശുദ്ധി അതാണ്. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രകൃതം അങ്ങനെയല്ല. അവളെ പടച്ച
റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അത് നന്നായി അറിയാം. അപ്പോൾ നോക്കൂ, ഹൂറുൻ ഈൻ എന്നത് അള്ളാഹു സ്വർഗത്തിൽ പ്രത്യേകം സൃഷ്ടിക്കുന്ന സ്ത്രീകളാണ്. ഇത് ദുനിയാവിൽ നിന്ന് സ്വർഗത്തിലെത്തുന്ന സ്ത്രീകൾക്ക് പുറമേ ഉള്ളവരാണ്. ദുനിയാവിൽ നിന്ന് മുഅ്മിനത്തുകളായി ജീവിച്ച് സ്വർഗത്തിലെത്തുന്ന സ്ത്രീകൾ വേറെയാണ്. ഹൂറുൻ ഈൻ അവർ വേറെയാണ്. അവരെ അള്ളാഹു പ്രത്യേകം സ്വർഗത്തിൽ സൃഷ്ടിക്കുകയാണ്. ആരാണ് കൂടുതൽ ശ്രേഷ്ഠർ? പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം, ദുനിയാവിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച് സ്വർഗത്തിലെത്തിയ പെണ്ണിനാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം. അവരെക്കാൾ, ഹൂറുൻ ഈനിനേക്കാൾ. അതൊക്കെ മുഅ്മിനത്തായ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുകയും അള്ളാഹു ഒരുക്കി വെച്ച അനുഗ്രഹം ആഗ്രഹിക്കുകയുമാണ് അവൾ ചെയ്യേണ്ടത്. അതുപോലെ നോക്കൂ, സ്വർഗത്തിൽ ഒരാളും തന്നെ ഇണയില്ലാത്ത ഒരാളായി ഉണ്ടാവുകയില്ല. ഒറ്റയ്ക്ക് ഒരാൾ, ഈ ദുനിയാവിൽ അവൻ ഒറ്റയ്ക്ക് ജീവിച്ചവനാണെങ്കിലും, അതുപോലെ വിവാഹിതയല്ലാതെ ഒരു പെണ്ണ് ജീവിച്ചു മരിച്ചിട്ടുണ്ട് എങ്കിലും ഇണകളില്ലാതെ ഒരാളും സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സ്വർഗീയ അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം. ഇതിനുമെല്ലാം അപ്പുറത്താണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന കാര്യം. അതാണ് ഏറ്റവും വലുത്. അതിനോളം വലുത് മറ്റൊന്നുമില്ല. ഈ സ്വർഗത്തിലുള്ള സുഖങ്ങളെല്ലാം അള്ളാഹുവിനെ കാണുക എന്നതിനേക്കാളും താഴെയുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹു അവർക്ക് അവനെ കാണിച്ചു കൊടുത്താൽ ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദറി ഇല റബ്ബിഹിം അസ്സ വജൽ, റബ്ബിലേക്ക് നോക്കുക, അള്ളാഹുവിനെ നോക്കി കാണുക എന്നതുപോലെ അവർക്ക് പ്രിയമുള്ള മറ്റൊന്നും ഉണ്ടാവുകയില്ല. ആലോചിച്ച് നോക്കൂ, ഈ കണ്ട അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിനെ കാണുക എന്നതിനേക്കാളും താഴെയാണ് എങ്കിൽ എന്തായിരിക്കും റബ്ബിനെ കാണുക എന്നത്? നമ്മൾ നേരത്തെ ഈ ഖസീദയിൽ ആ കാര്യം, റബ്ബിനെ കാണുക എന്ന കാര്യം വിശദീകരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.